ശാന്തയായ കണ്ണകി തെക്കോട്ട് സഞ്ചരിച്ചു. തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് അറ്റുകാലമ്മയായി വിലസുന്നു. ജഗദീശ ജീവസന്ധായക നമിക്കുന്നു, കനിവോടെന്നും അനുഗ്രഹിക്കൂ. വിശിഷ്ട വ്യക്തികളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നത്തെ പരിപാടി ഇവിടെ നടത്തുന്നത്. വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഒരു പ്രോത്സാഹനം എന്ന രീതിയിലാണ് സുരേഷ് കുമാർ സർ എല്ലാ വർഷവും ഇത് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത്. അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് കഴിവുള്ള കഥ എഴുത്തുകാരും നർത്തകികളും പാട്ട് പാടുന്നവരും ഒക്കെ തന്നെ ഈ സംഘടനയിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തെ എല്ലാവിധ കലാസാഹിത്യ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പങ്കെടുക്കുന്ന, ഒരു ദിവസം പോലും വെറുതെ വീട്ടിലിരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട, ഞങ്ങളുടെ തുടക്കകാലം മുതൽ ഞങ്ങളോടൊപ്പമുള്ള നമ്മുടെ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാർ, വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മറ്റ് കൂട്ടുകാർ, പിന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാന്യായ ഡോക്ടർ ബി ഉഷാകുമാരി ടീച്ചർ. മനസ്സിൽ അഗ്നിയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സാത്താനും നമ്മളെ തൊടാൻ പറ്റില്ല. ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, ആശംസകൾ. അതോടൊപ്പം നമ്മുടെ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ പലതരത്തിലും ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ വേണ്ടപ്പെട്ടവർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പരിചിതർ, അപരിചിതർ എല്ലാവരും അതിലുണ്ട്. അതവർക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം മൗന പ്രാർത്ഥന നടത്താം. ഇന്നിവിടെ ക്ഷണിച്ചു വരുത്തിയ ഈ സമിതിക്ക് എൻ്റെ പ്രത്യേകം നന്ദി, സ്നേഹം. എല്ലാവർക്കും സ്നേഹം. ലോകാസമസ്ത സുഖനോഭവം. സിനി ശിവപ്രസാദിന് കൈമാറുന്നു. ഈ ഒരു ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്ന എല്ലാവരും ദയവ് ചെയ്ത് കൈയടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. പുസ്തകം ആകാശഗംഗയിലെ അഗ്നിനക്ഷത്രങ്ങൾ. കല എന്നൊരു പ്രസ്ഥാനം അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ. എനിക്ക് രീതിയിൽ നിന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട്, ഞാൻ 12:30 എനിക്ക് ഡബ്ബിംഗ് ഉണ്ടായിരുന്നു. ഞാൻ പോകാൻ ഇരുന്ന ആളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അതൊക്കെ മറന്നുപോയി. എനിക്ക് അതിലുപരി സന്തോഷമുള്ള വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരെയും അഭിസംബോധനയായിട്ട് കരുതേണ്ട. നിങ്ങളെല്ലാവരും എന്നേക്കാളും പ്രാഗൽഭ്യമുള്ളവരാണ്, കഴിയുന്നവരാണ്. ഞാനാണ് ഏറ്റവും പ്രാഗൽഭ്യം കുറഞ്ഞ ആൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എഴുതാത്താളുകളിൽ ഞാൻ മരിച്ചിരുന്നപ്പോൾ, എഴുത്തിന്നേടുകളിൽ ഞാൻ തുറിച്ചു നോക്കുമ്പോൾ, മഷി പറ്റിയ തൂലികയിൽ ഞാൻ രക്തമതേകുമ്പോൾ, മഷി പറ്റിയ തൂലികയിൽ ഞാൻ രക്തമതേകുമ്പോൾ, ഉണർന്നു ജനമാത്തെരി വീതികളിൽ ഉയരായി തുടിച്ചു പാടുന്നോ, ഉണർന്നു ജനമാത്തെരി വീതികളിൽ ഉയരായി തുടിച്ചു പാടുന്നോ. എടുക്കാം മോഹൻ സാറിൻ്റെ ഇതാർന്ന പുസ്തകം അമ്മണിക്കുള്ള മിഷൻ. ഇതാ കുമാരി ആലപ്പുഴ, സുവർണകുമാരി കൊടുത്തു. ഇനി അടുത്തത് പ്രദീപ് നീലാംബരി ഇവിടെ കൊണ്ടാണ്.
പ്രദീപ് നീലാംബരി നിൽപ്പുണ്ടോ? ആ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ആശംസാ പ്രസംഗത്തിനായി ശ്രീമതി സുവർണകുമാരി ആലപ്പുഴയെ ക്ഷണിക്കുന്നു. ഒരു കലാസൃഷ്ടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് വലിയൊരു സന്തോഷമായി തന്നെ കരുതട്ടെ. അതുപോലെ തന്നെ അറിയപ്പെടാതെ കിടക്കുന്ന എഴുത്തുകാരന്മാരെയും സാഹിത്യകാരന്മാരെയും സമൂഹത്തിന് മുഖ്യധാരയിൽ എത്തിക്കുവാൻ ബഹുമാന്യനായ സുരേഷ് സാറിന് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷം അറിയിക്കുകയാണ് എല്ലാവരോടും. കലയുടെയും സംസ്കാരത്തിൻ്റെയും കാര്യത്തിൽ എല്ലാവരും മികച്ചത് തന്നെയാണ്. പിന്നെ നമ്മുടെ കലാസാഹിത്യ സംസ്കൃതി, സാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ സാഹിത്യം ആലോചനാമൃതമാണ്, സംഗീതം ആപാദ മധുരമാണ്. രണ്ടിൻ്റെയും സമന്വയമായ കലാസാഹിത്യ സംസ്കൃതിയുടെ ചുക്കാൻ പിടിക്കുന്ന സുരേഷ് കുമാർ സാറിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ് എന്ന് വേണം പറയാൻ. കാരണം വല്ലപ്പോഴുമുള്ള ഫോൺ സംഭാഷണങ്ങളിലൂടെ അദ്ദേഹത്തിന് ആധികാരികമായിട്ട് പറയാൻ കഴിയാത്ത മേഖലകളില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്.